ഒരു കാലത്ത് ലോകം അടക്കി ഭരിച്ച ബ്രിട്ടന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അമേരിക്കയുടെ വെറും ഒരു പപ്പറ്റായിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്നതാണ്. അതിനപ്പുറം ബ്രിട്ടന് അതിന്റെ ചരിത്രവും അതിന്റെ പാരമ്പര്യവും സംസ്കാരവും അടക്കം നഷ്ടപ്പെടുകയാണ്. അതായത് ബ്രിട്ടനിൽ ഇന്ന് ധാരാളം പാകിസ്ഥാനികളും ഇന്ത്യക്കാരും ആഫ്രിക്കൻസും ബംഗ്ലാദേശികളും ലോകത്തെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ കുടിയേറി താമസിക്കുന്നുണ്ട്. ബ്രിട്ടന്റെ തനതായ സംസ്കാരവും അതിന്റെ പാരമ്പര്യവും ചരിത്രവുമെല്ലാം ബ്രിട്ടനിൽ നിന്ന് ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റം ബ്രിട്ടനിൽ പലയിടങ്ങളിലും പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു, ഇസ്രായേലിന്റെ ആർമി റേഡിയോയിലെ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടെ യുണൈറ്റഡ് കിങ്ഡത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിശേഷിപ്പിച്ചത് നയതന്ത്രപരമായ വലിയ തർക്കങ്ങളിലേക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രയേലി അവതാരകനായിട്ടുള്ള അവി ഹാറൂഷുമായിട്ടുള്ള ദീർഘമായ അഭിമുഖത്തിനിടെ 1967 ആറുദിന യുദ്ധകാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇസ്രയേലിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ചരിത്രപരമായ പിന്തുണയെക്കുറിച്ച് നെതന്യാഹു വളരെയധികം സംസാരിച്ചു. ചർച്ചയിൽ താരതമ്യം ചെയ്തത് 1967 യുദ്ധസമയത്ത് ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുത്ത വിൻസ്റ്റൺ ചർച്ചിലിന്റെ മകനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ നെതന്യാഹു പ്രശംസിച്ചു. ഇന്നത്തെ ബ്രിട്ടനിൽ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ ഇത്തരം ഒരു നിലപാട് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, ഒരിക്കലും നടക്കില്ല എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് 1967 80 70 ഒക്കെ ബ്രിട്ടന്റെ ഭരണകൂടം ഇസ്രയേലിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ബ്രിട്ടനിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അടുത്ത വാചകത്തിൽ പറഞ്ഞത്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടനിൽ നിന്ന് ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളും സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങൾ നേരിടുന്നുണ്ട് എന്ന് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ US നയതന്ത്ര രംഗത്ത് ഉയർന്നു വന്ന ഒരു പ്രസ്താവനയെ നെതന്യാഹു ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, പക്ഷേ ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടൻ ആയിരിക്കും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചുരുക്കത്തിൽ ഇവിടെ നെതന്യാഹു ബ്രിട്ടനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് നെതന്യാഹു അങ്ങനെ പറയുന്നത്? ഈ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സത്യത്തിൽ ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുകയാണോ എന്ന് ചോദിച്ചാൽ അതൊരു വസ്തുതയാണ്, നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. കണക്കുകൾ അതാണ് പറയുന്നത്. 2001 ബ്രിട്ടനിലെ മുസ്ലിം പോപ്പുലേഷൻ 1.55 മില്യൺ ആയിരുന്നു. ആകെ പോപ്പുലേഷന്റെ 2.7% മുസ്ലിം സമുദായം ഉണ്ടായിരുന്നത്. 2011 ആയപ്പോൾ ബ്രിട്ടനിലെ മുസ്ലിം പോപ്പുലേഷൻ 2.71 മില്യൺ ആയിട്ട് വർദ്ധിച്ചു. ടോട്ടൽ പോപ്പുലേഷന്റെ 5%-നടുത്തായിരുന്നു ആ സമയത്തെ മുസ്ലിങ്ങൾ. അതായത് ഈ ഒരു കാലയളവിൽ ഉണ്ടായ 10 വർഷത്തെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 2011 അത് 75%. 2021 6% അവിടെ മുസ്ലിങ്ങളാണ്, ഏകദേശം 4 മില്യൺ അടുത്ത്. അതായത് 44% ഗ്രോത്ത് ആണ് കഴിഞ്ഞ ലാസ്റ്റ് 10 വർഷം മുസ്ലിം സമുദായത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് വൻതോതിൽ അവിടെ ഇസ്ലാമികവൽക്കരണം നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ നിഷ്പക്ഷമായിട്ട് വീക്ഷിക്കുന്ന സമയത്ത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഒരു കാലത്ത് വളരെ പ്രശസ്തവും വളരെ ഫേമസുമായിരുന്ന ഒരു ക്രൈസ്തവ രാഷ്ട്രമായിരുന്നു. എന്നാൽ ഇന്നത് ഓരോ ദിവസം കഴിയുന്തോറും ഇസ്ലാമിന്റെ ഒരു സ്വാധീനം വർദ്ധിക്കുന്ന രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാമിക മതം. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വളരെ വേഗത്തിൽ വളരുന്നുണ്ട്. യൂറോപ്പിലെ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് കുടിയേറ്റം. കുടിയേറ്റവും അഭയാർത്ഥികൾ വഴിയും ധാരാളം ഇസ്ലാം മത വിശ്വാസികൾ ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അവിടെ താരതമ്യേന ദുർബലമായ സമയത്താണ് ഇസ്ലാം അവിടെ ശക്തമാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ഘട്ടത്തിൽ വളരെയധികം വികസിക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ മതം ദുർബലപ്പെടുകയും കൂടുതൽ ആളുകളും മതമില്ലാത്തവരായിട്ട് മാറുകയും ചെയ്യുന്നു. ആ സമയത്ത് പതിയെ പതിയെ ഇസ്ലാം അവിടേക്ക് കടന്നു വരികയാണ്. ഈ വരുന്ന ഘട്ടത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രശ്നമോ ലൈഫിൽ ഒരു പ്രോബ്ലംസോ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് എവിടെയെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെയാണ് എല്ലാ മതങ്ങളും ലോകത്തുണ്ടായിട്ടുള്ളത്, നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. അവസാനം എത്രയൊക്കെ യുക്തിവാദി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത് പോലെ ഈ മനുഷ്യരുടെ ഒരു ശൈലി അങ്ങനെയാണ്. ഈ മതം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നത് നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്.
അല്ലെങ്കിൽ 5000-മോ 10,000-മോ 20,000-മോ വർഷങ്ങൾ കൊണ്ടാണ് വിശ്വാസങ്ങളും അല്ലെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റും ഒക്കെ മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ട് ഒന്ന് ദുർബലപ്പെടുന്ന സമയത്ത് അവിടെ മറ്റൊന്ന് വളരാൻ തുടങ്ങും എന്നത് വ്യക്തമാണ്. ഇപ്പൊ തമിഴ്നാട്ടില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഹൈന്ദവ വിശ്വാസങ്ങൾ ദുർബലപ്പെടുന്ന ഇടങ്ങളിൽ ക്രിസ്ത്യാനിറ്റി അവിടെ ശക്തമാവുകയാണ്. അതുപോലെ യൂറോപ്പില് ക്രിസ്ത്യാനിറ്റി ദുർബലപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിന് ഒരു ശക്തമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കാരണം യൂറോപ്പിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. പല കാലങ്ങളിലും ഈ യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഇസ്ലാമിക റൂളേഴ്സിന്റെ കീഴിലായിരുന്നു. പിന്നീട് ക്രിസ്ത്യാനിറ്റി അവിടെ തിരിച്ചു വരുന്നു, വീണ്ടും ഇസ്ലാമിക റൂളേഴ്സിന്റെ കീഴിൽ പോകുന്നു. ഓട്ടോമൻ എംപയറിന്റെ കാലത്ത് അങ്ങനെ പല പല ചരിത്രത്തിൽ പല പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സോ ഇപ്പോൾ ബ്രിട്ടനിൽ സംഭവിക്കുന്നത് ഇസ്ലാമിക മതം വളരെ വേഗത്തിൽ അവിടെ വളരുന്നു എന്നതൊരു വസ്തുതയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെതന്യാഹു ബ്രിട്ടനിട്ടൊരു കൊട്ടുകൂട്ടിയത്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണത്. ഈ പാകിസ്ഥാനെ സൃഷ്ടിച്ചത് ശരിക്കും ബ്രിട്ടനും കൂടി ചേർന്നുകൊണ്ടാണ്. കാരണം ഇന്ത്യ പൂർണ്ണമായിട്ട് വിട്ടുപോകാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ അവരതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പരമാവധി ഒരു പ്രദേശത്തെ അവർക്ക് അനുകൂലമാക്കി നിർത്താനായിട്ട് ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാൻ, ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തെ അവർ സപ്പോർട്ട് ചെയ്യുന്നതും പാകിസ്ഥാൻ ഉണ്ടാവുന്നതും. ഈ പാകിസ്ഥാൻ ഉണ്ടായ ആദ്യത്തെ 10-20-30 വർഷത്തോളം അതിന്റെ പരമോന്നത നേതാവ്, ഇപ്പോൾ ഇന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ബ്രിട്ടീഷ് രാജാവാണ് പരമോന്നത നേതാവ് എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും. അതുപോലെ ഏറെക്കാലം പാകിസ്ഥാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജാവായിരുന്നു. ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ കാലയളവില് ഇന്ത്യയോട് വിരോധം വെച്ച് പുലർത്തിയിരുന്ന ബ്രിട്ടൻ പാകിസ്ഥാനെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്, പാശ്ചാത്യ ലോകം മൊത്തം. അതുകൊണ്ടാണ് ഈ ശീതയുദ്ധകാലത്ത് ഇന്ത്യ സോവിയറ്റുമായിട്ട് അടുക്കുന്നതും പാകിസ്ഥാൻ അമേരിക്കയുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അടുക്കുന്നതും. ഈ കാലയളവിൽ പാകിസ്ഥാനിൽ നിന്ന് വൻതോതിലാണ് ബ്രിട്ടനിലേക്ക് കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത്. ലീഗൽ കുടിയേറ്റമാണ് കേട്ടോ, അല്ലാതെ അഭയാർത്ഥികളായിട്ടും ധാരാളം മുസ്ലിം സമൂഹം ബ്രിട്ടനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് മെജോറിറ്റിയും ലീഗലായിട്ടാണ് പോയത്. അവരൊക്കെ തന്നെ ഓൾമോസ്റ്റ് അവിടെ പോയി സെറ്റിൽഡ് ആവുന്നു, PR പെട്ടെന്ന് കിട്ടുന്നു, അവരുടെ ഫാമിലി പല തലമുറകളായിട്ട് ഇപ്പോൾ അവിടെ ജീവിക്കുകയാണ്. നമ്മൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ UK മുസ്ലിം പോപ്പുലേഷന്റെ 35% പാകിസ്ഥാനികളാണ്. 35%, ചെറുതൊന്നുമല്ല. ഇനി ബംഗ്ലാദേശിന്റെ ആളുകളും അവിടെയുണ്ട്. ബംഗ്ലാദേശികൾ ടോട്ടൽ മുസ്ലിം പോപ്പുലേഷന്റെ 18%. ഇനി ബ്രിട്ടനിലെ ആഫ്രിക്കൻസിന്റെ കാര്യമെടുത്താൽ ഏകദേശം 10 മുതൽ 11% മുസ്ലിങ്ങൾ ആഫ്രിക്കൻസ് ആണ്. സൊമാലി, നൈജീരിയ, നോർത്ത് ആഫ്രിക്കൻ മനുഷ്യരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് അറബികളുണ്ട്, ഏതാണ്ട് 7%. ഇന്ത്യൻ മുസ്ലിങ്ങൾ താരതമ്യേന ബ്രിട്ടനിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, 7 മുതൽ 8% ഉള്ളത്. അതുപോലെ തന്നെ വൈറ്റ് മുസ്ലിംസ്, അതായത് യൂറോപ്യൻ മുസ്ലിംസ് 6% ഉണ്ട്. മിക്സഡ് ആയിട്ടുള്ള എത്നിസിറ്റീസ് പെടുന്ന ആൾക്കാർ 5 മുതൽ 7% ഉണ്ട്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ മുസ്ലിം പോപ്പുലേഷന്റെ ഏകദേശം പകുതി, അതായത് 50% പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമാണ്. ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ പിന്നെയും കുറച്ച് ഭേദമാണ്. ഈ ബംഗ്ലാദേശികൾ തീരെ സിവിക് സെൻസ് ഇല്ലാത്ത മനുഷ്യരാണ്, വളരെ മോശമായിട്ടാണ് അവിടെ പെരുമാറുന്നത്. ഈ ബ്രിട്ടന്റെ കാര്യം വരുമ്പോൾ പാകിസ്ഥാനികളും ഇപ്പോൾ ഗൾഫിലൊക്കെ പാകിസ്ഥാനികൾ കുറച്ച് ഭേദമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബംഗ്ലാദേശികളെ അപേക്ഷിച്ച്. പക്ഷെ ബ്രിട്ടന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനികൾ അവിടുത്തെ ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും പങ്കാളികളാണ്. ഈ മറ്റ് രാജ്യങ്ങളിലെ മനുഷ്യരെ പോലെയല്ല, നമ്മുടെ അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും എവിടെ പോയാലും പ്രശ്നക്കാരാണ്. സോ ഇത് കാരണം ബ്രിട്ടനിൽ ഒരുപാട് പ്രോബ്ലംസ് ഓൾറെഡി ഉണ്ട്. അതേസമയം തന്നെ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് സാമാന്യം നല്ല ജീവിത നിലവാരമുള്ള ആളുകളിൽ പലരും ഇന്ന് അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് വലിയ സ്വാധീനമുണ്ട്. ബ്രിട്ടൻ അതിന്റെ തനതായ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഋഷി സുനക് അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോഴാണ്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ എന്ന് പറഞ്ഞാലും പോരെ, പക്ക ഒരു ഇന്ത്യക്കാരൻ അവിടുത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറുകയാണ്. ഏകദേശം 250 വർഷം ഇന്ത്യ അടക്കി ഭരിച്ച ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ഒരു ഇന്ത്യക്കാരൻ മാറുക ഒരു സ്വീറ്റ് റിവഞ്ച് ആയിരുന്നു അത്. ഒരുപാട് ദിവസം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ബ്രിട്ടൻ മാറുകയാണ് എന്നതിന്റെ സൂചനയായിരുന്നു അത്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത് ഇസ്ലാമാണ്. നെതന്യാഹു ചൂണ്ടിക്കാണിച്ചത് അതാണ്. മുൻകാലങ്ങളിൽ ബ്രിട്ടൻ ഇസ്രായേലിന് കൊടുത്തിരുന്ന ഒരു പിന്തുണ ഇന്ന് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം അവിടുത്തെ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനം ഇന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പല നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒക്കെ അവിടുത്തെ മേയർമാര്, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നുള്ളവരോ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാധീനം അവിടെ പ്രകടവുമാണ്. ഇതാണ് നെതന്യാഹു പറഞ്ഞതിന്റെ പശ്ചാത്തലം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.